മധ്യപൂർവേഷ്യയിലെ രാഷ്ട്രീയ ചതുരംഗക്കളത്തിൽ അമേരിക്കയും ഇറാനും തമ്മിലുള്ള ശത്രുത ഒരു പുതിയ ഘട്ടത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന രണ്ടാം ഘട്ട നയതന്ത്ര ചർച്ചകൾ ഇപ്പോൾ അനിശ്ചിതത്വത്തിന്റെ മൂടൽമഞ്ഞിലാണ്. ദുർബലമായ വെടിനിർത്തൽ കരാർ അവസാനിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുകയും ഇരു രാജ്യങ്ങളും തങ്ങളുടെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്നത് ലോകരാജ്യങ്ങളെ കടുത്ത ആശങ്കയിലാക്കുന്നു. ആഗോള എണ്ണ വിപണിയും സമുദ്ര സുരക്ഷയും ഈ തർക്കത്തിന്റെ ഫലമായി ഉലയുകയാണ്. പാകിസ്ഥാനിലെ ഇസ്ലാമാബാദിൽ വെച്ച് നിർണായകമായ ചർച്ചകൾ നടക്കുമെന്നായിരുന്നു അന്താരാഷ്ട്ര സമൂഹത്തിന് ലഭിച്ച സൂചനകൾ. ഇതിനായി പാകിസ്ഥാൻ ഭരണകൂടം വിപുലമായ സജ്ജീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. അമേരിക്കൻ പ്രതിനിധി സംഘത്തെ സ്വീകരിക്കാൻ സൈനിക ഗാർഗോ വിമാനങ്ങൾ വരെ എത്തിയതായും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. എന്നാൽ അമേരിക്കൻ ഭരണകൂടത്തിലെ ഏകോപനക്കുറവ് ഈ നീക്കങ്ങളെ തളർത്തി. അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് ചർച്ചകൾക്ക് നേതൃത്വം നൽകുമെന്നായിരുന്നു ആദ്യ അറിയിപ്പെങ്കിലും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവനകൾ ഈ ദൗത്യത്തെക്കുറിച്ചുള്ള വ്യക്തത ഇല്ലാതാക്കി. ഔദ്യോഗികമായ ഒരു ഉറപ്പും നൽകാൻ വാഷിംഗ്ടൺ തയ്യാറാകാത്തത് നയതന്ത്ര തലത്തിൽ വലിയ ആശയക്കുഴപ്പത്തിനും കാരണമായി. മറുവശത്ത് അമേരിക്കയുടെ സമ്മർദ്ദ നയം തുടരുന്നിടത്തോളം ചർച്ചകൾക്ക് പ്രസക്തിയില്ലെന്ന നിലപാടിലാണ് ടെഹ്റാൻ. സമതലത്തിൽ നിന്നുള്ള സംഭാഷണങ്ങൾ മാത്രമേ ഫലം കാണൂ എന്ന് ഇറാൻ വ്യക്തമാക്കുന്നു. ചർച്ചകൾ വഴിമുട്ടുന്നതിന്റെ പ്രധാന കാരണം ഇറാന്റെ ആണവ പദ്ധതിയാണ്. 60% വരെ സമ്പുഷ്ടമാക്കിയ നൂറുകണക്കിന് കിലോഗ്രാം യുറേനിയം ഇറാൻ ശേഖരിച്ചിട്ടുണ്ടെന്നാണ് അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുടെ കണക്കുകൾ. ഇത് ആയുധ നിലവാരത്തിലുള്ള 90% സമ്പുഷ്ടീകരണത്തിലേക്ക് മാറ്റാൻ സാങ്കേതികമായി വളരെ കുറഞ്ഞ സമയം മതി എന്നതാണ് അമേരിക്കയുടെയും സഖ്യകക്ഷികളെയും ഭയപ്പെടുത്തുന്നത്. ഈ യുറേനിയം ശേഖരം അമേരിക്കയ്ക്ക് കൈമാറണമെന്ന നിർദ്ദേശം ട്രംപ് മുന്നോട്ട് വെച്ചെങ്കിലും ഇറാൻ അത് കർശനമായി തള്ളി. സമാധാനപരമായ ആവശ്യങ്ങൾക്കായുള്ള ആണവ പദ്ധതി ഒരു സ്വതന്ത്ര രാഷ്ട്രത്തിന്റെ അവകാശമാണെന്ന് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്ക്യാൻ ആവർത്തിച്ചു. സമ്പുഷ്ടീകരണം എത്ര കാലം നിർത്തിവെക്കണമെന്ന കാര്യത്തിലും തർക്കം തുടരുന്നു. 20 വർഷത്തെ നിയന്ത്രണം അമേരിക്ക ആവശ്യപ്പെടുമ്പോൾ 5 വർഷത്തിലധികം നീളുന്ന കരാറിന് ഇറാൻ തയ്യാറല്ല. അമേരിക്കൻ ഉപരോധങ്ങൾ ഇറാന്റെ സമ്പദ് വ്യവസ്ഥയെ ശ്വാസം മുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. എണ്ണ കയറ്റുമതി, അന്താരാഷ്ട്ര ബാങ്കിംഗ് ഇടപാടുകൾ എന്നിവ തടസ്സപ്പെട്ടതോടെ ഇറാന്റെ കറൻസി മൂല്യം ഇടിഞ്ഞു. ഈ സാഹചര്യത്തിൽ ആണവ നിയന്ത്രണങ്ങൾക്ക് പകരമായി കടുത്ത സാമ്പത്തിക ഇളവുകളാണ് ഇറാൻ ആവശ്യപ്പെടുന്നത്. മരവിപ്പിച്ച ആസ്തികൾ വിട്ടു നൽകുക, എണ്ണ വിപണനത്തിനുള്ള തടസ്സങ്ങൾ നീക്കുക എന്നിവയാണ് ഇറാന്റെ പ്രധാന ആവശ്യങ്ങൾ. എന്നാൽ ആദ്യം നിയന്ത്രണം ഏർപ്പെടുത്തുക, പിന്നീട് മാത്രം ഇളവുകൾ പരിഗണിക്കുക എന്ന അമേരിക്കൻ സമീപനം ഇറാനെ പ്രകോപിപ്പിക്കുന്നുണ്ട്. വിശ്വസ്തത തകർന്ന ഒരു അന്തരീക്ഷത്തിൽ ആദ്യം വിട്ടുവീഴ്ച ചെയ്യാൻ ഇരുപക്ഷം തയ്യാറാകാത്തതാണ് സന്ധി സംഭാഷണങ്ങളെ അസാധ്യമാക്കുന്നത്. ആഗോള എണ്ണ വിതരണത്തിന്റെ ജീവനാഡിയായ ഹോർമുസ് കടലിടുക്ക് ഇപ്പോൾ ഒരു സംഘർഷ കേന്ദ്രമായി മാറിയിരിക്കുന്നു. ഇറാന്റെ ചരക്ക് കപ്പൽ അമേരിക്കൻ നാവികസേന പിടിച്ചെടുത്തതോടെ സ്ഥിതിഗതികൾ കൂടുതൽ വഷളായി. ഇതിനെ സായുധ കടൽക്കൊള്ള എന്ന് വിശേഷിപ്പിച്ച് ഇറാൻ ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള മറ്റ് രാജ്യങ്ങളുടെ കപ്പൽ ഗതാഗതത്തിന് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ടാണ് തിരിച്ചടിച്ചത്. സ്വന്തം എണ്ണ വിൽക്കാൻ അനുവദിക്കാത്ത സാഹചര്യത്തിൽ മറ്റുള്ളവരെയും അതിന് അനുവദിക്കില്ലെന്ന ഇറാന്റെ നയം ലോക വിപണിയെ ഭീതിയിലാഴ്ത്തി. കപ്പൽ ഗതാഗതം തടസ്സപ്പെട്ടതോടെ ഇൻഷുറൻസ് നിരക്കുകൾ വർദ്ധിക്കുകയും ചരക്ക് നീക്കത്തിന് കാലതാമസം നേരിടുകയും ചെയ്തു. ചൈന, ഇന്ത്യ, യൂറോപ്പ് തുടങ്ങിയ വിപണികളിലേക്ക് പോകുന്ന ഇന്ധന ടാങ്കറുകൾ ഇപ്പോൾ അതീവ ജാഗ്രതയിലാണ് സഞ്ചരിക്കുന്നത്. ഈ സംഘർഷം കേവലം 2 രാജ്യങ്ങൾ തമ്മിലുള്ളതല്ല, അത് ലോക സമ്പദ് വ്യവസ്ഥയെ തന്നെ ബാധിക്കുന്ന ഒന്നാണ്. ഹോർമുസിലെ തടസ്സങ്ങൾ എണ്ണവില കുതിച്ചുയരാനും കാരണമായി. ഇത് ഇന്ത്യ ഉൾപ്പെടെയുള്ള ഇറക്കുമതി രാജ്യങ്ങളിൽ പണപ്പെരുപ്പത്തിനും വഴിവെക്കും. യുദ്ധഭീതി ഓഹരി വിപണികളിൽ വലിയ ഇടിവുണ്ടാക്കി. നിക്ഷേപകർ സുരക്ഷിത നിക്ഷേപങ്ങളായ സ്വർണത്തിലേക്കും ബോണ്ടുകളിലേക്കും മാറുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. യൂറോപ്പിലേക്കും ഏഷ്യയിലേക്കുമുള്ള ഇന്ധന നീക്കം തടസ്സപ്പെടുന്നത് ദീർഘകാല അടിസ്ഥാനത്തിൽ ആഗോള ഊർജ്ജ പ്രതിസന്ധിക്കും കാരണമാകും. ഫെബ്രുവരി മുതൽ ഇരുപക്ഷവും തമ്മിൽ പരോക്ഷമായും നേരിട്ടും സൈനിക ഏറ്റുമുട്ടലുകൾ നടക്കുന്നുണ്ട്. മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ പലപ്പോഴും അതിർത്തികൾ ലംഘിക്കുന്നു. ഗൾഫ് മേഖലയിലെ നിർണായകമായ അടിസ്ഥാന സൗകര്യങ്ങൾ ആക്രമിക്കപ്പെട്ടേക്കാം എന്ന ഭീതിയും നിലനിൽക്കുന്നുണ്ട്. ഇത് ലക്ഷക്കണക്കിന് സാധാരണക്കാരുടെ ജീവിതത്തെ ബാധിക്കുന്ന വിഷയമാണ്. അമേരിക്കയുടെ ആയുധബലവും ഇറാന്റെ പ്രതിരോധ തന്ത്രങ്ങളും ഏറ്റുമുട്ടുമ്പോൾ അതൊരു പ്രാദേശിക യുദ്ധമായി മാറാനുള്ള സാധ്യതകൾ തള്ളിക്കളയാനാവില്ല. പ്രമുഖ സൈനിക നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നത് പോലെ തെറ്റായ കണക്കുകൂട്ടൽ പോലും പശ്ചിമേഷ്യയിൽ ഒരു വലിയ സ്ഫോടനത്തിലേക്ക് നയിക്കാം. മധ്യപൂർവേഷ്യയിലെ ഈ അസ്ഥിരത ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അതീവ ഗുരുതരമാണ്. ഗൾഫ് രാജ്യങ്ങളിൽ ദശലക്ഷക്കണക്കിന് ഇന്ത്യക്കാർ ജോലി ചെയ്യുന്നുണ്ട്. അവരുടെ സുരക്ഷയും തൊഴിലും യുദ്ധ സാഹചര്യത്തിൽ അപകടത്തിലാകും. ഇന്ത്യയുടെ ഇന്ധന ആവശ്യത്തിന്റെ വലിയൊരു ഭാഗം ഹോർമുസ് കടലിടുക്ക് വഴിയാണ് വരുന്നത്. വിലക്കയറ്റം ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയെ മന്ദീഭവിപ്പിക്കും. അമേരിക്കയുമായും ഇറാനുമായും നല്ല ബന്ധം പുലർത്തുന്ന ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തിൽ ആരുടെ പക്ഷം ചേരണമെന്നതും വലിയൊരു പ്രതിസന്ധിയാണ്. എങ്കിലും സമാധാനപരമായ ചർച്ചകളിലൂടെ പ്രശ്നം പരിഹരിക്കണമെന്ന നിലപാടിലാണ് ഇന്ത്യ. അമേരിക്കയും ഇറാനും തമ്മിലുള്ള ഈ പോരാട്ടം അധികാരവും ആത്മവീര്യവും തമ്മിലുള്ള ഏറ്റുമുട്ടലാണ്. ഒരു വശത്ത് ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയായ അമേരിക്ക തങ്ങളുടെ ആധിപത്യം ഉറപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ മറുവശത്ത് ഇറാൻ തങ്ങളുടെ ദേശീയ പരമാധികാരത്തിനും അഭിമാനത്തിനുമായി നിലകൊള്ളുന്നു. നയതന്ത്രത്തിന്റെ വാതിലുകൾ ഇനിയും പൂർണ്ണമായും അടഞ്ഞിട്ടില്ല. എന്നാൽ പരസ്പര വിശ്വാസം വീണ്ടെടുക്കാത്ത കാലത്തോളം ഈ ചർച്ചകൾ വെറും പ്രഹസനമായി മാറും.
ഹോർമുസ് കടലിടുക്കിലെ തിരമാലകൾ ശാന്തമാകണമെങ്കിൽ ഇരു രാജ്യങ്ങളും വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകണം. ആഗോള സമാധാനത്തിനു വേണ്ടി യുദ്ധകവചങ്ങൾ നിർത്തിവെച്ച് യാഥാർത്ഥ്യ ബോധ്യത്തോടെയുള്ള ചർച്ചകളിലേക്ക് ഇരുപക്ഷം കടന്നുവരുമെന്ന് ലോകം പ്രത്യാശിക്കുന്നു.